നമസ്കാരം. ആൽഫ്ലെക്സ് മീഡിയ ഹബിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എല്ലാവരും വരിക. ക്രിസ്തു ജയന്തി കോളേജിലെ മീഡിയ ലാബ് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത വർക്കാണ്. ബാംഗ്ലൂരിലാണ് ഈ പ്രോജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ സ്പേസ് റിസപ്ഷനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ക്രിയേറ്റീവ് ലോഞ്ച്, കുട്ടികൾക്ക് വന്ന് ഡിസ്കഷൻ നടത്താനും അവരുടെ പ്രോജക്റ്റുകളെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താനും ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റൂമുകൾ വീഡിയോ പ്രൊഡക്ഷന് വേണ്ടിയും, റൈറ്റ് സൈഡിൽ കാണുന്ന ഏരിയ ബാക്കിൽ ഓഡിയോ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഈ കോർണറിൽ നമ്മൾ കാണുന്നത് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ നമുക്ക് ആദ്യം വീഡിയോ പ്രൊഡക്ഷൻ യൂണിറ്റിൽ എന്താണ് നടക്കുന്നത് എന്ന് ഒന്ന് കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ വീഡിയോ പ്രൊഡക്ഷൻ്റെ ഏരിയ. ഇവിടെ നമുക്ക് ഗ്രീൻ സ്ക്രീൻ ക്രോമ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഒരു TV പ്രൊഡക്ഷൻ സ്റ്റുഡിയോയിൽ എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ചെയ്യാവുന്ന ഒരു സ്റ്റുഡിയോ ആയിട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഗ്രീൻ ചെയ്യണമെങ്കിൽ ഗ്രീൻ ചെയ്യാം. ഇവിടെ ടെലിപ്രോംപ്റ്റർ ഉണ്ട്. നോവയുടെയും അമറാൻ്റെയും ലൈറ്റുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 3 സ്റ്റുഡിയോ ക്യാമറകളാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് മാജിക്കിൻ്റെ 3 ക്യാമറകൾ. അതുപോലെ തന്നെ 2 PTC ക്യാമറ ടോപ്പിൽ സീലിങ്ങിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഷൂട്ടിങ്ങിന് കയറുന്നതിന് മുൻപായി തന്നെ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ചെല്ലേണ്ട സ്ഥലം മേക്കപ്പ് റൂം. ഓക്കെ, ഇതാണ് ഈ സ്റ്റുഡിയോയിലെ മേക്കപ്പ് റൂം. ഇതാണ്. ഇവിടെ അത്യാവശ്യം നമ്മൾ ഗ്ലാസ് വെച്ചിട്ട് മിറർ വെച്ചിട്ടുണ്ട്. കോസ്മെറ്റിക്സ് ഒക്കെ വെക്കാനുള്ള സ്പേസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഷൂട്ടിംഗ് ഫ്ലോറിലേക്ക് പോകുന്നു. ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഷൂട്ടിംഗ് നടക്കുന്നത് ആക്ച്വലി ഇവിടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അത് ഇവിടെയല്ല ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം കൺട്രോൾ റൂം ഈ റൂമിനപ്പുറത്ത്, ഈ ഗ്ലാസ്സിനപ്പുറത്താണ്. അവിടെ നിന്നാണ് നമ്മൾ ക്യാമറ വരെ കൺട്രോൾ ചെയ്യുന്നത്. ആ റൂമിൽ നിന്നാണ് ക്യാമറയുടെ കൺട്രോളിങ്, ലൈറ്റിൻ്റെ കൺട്രോള്, ഇതെല്ലാം അപ്പുറത്തുള്ള റൂമിലാണ്. നമുക്ക് ആ റൂമിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് വീഡിയോയുടെ കൺട്രോൾ റൂം. ഇവിടെ നിങ്ങൾക്ക് കുറേ എക്യുപ്മെൻറ്റ്സ് കാണാം. ആദ്യം അവിടുന്ന് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ഇവിടെ ഇൻഡിവിജ്വലായിട്ട് ഓരോ ക്യാമറയും ഇവിടെ റെക്കോർഡ് ചെയ്യും. ഓരോ ക്യാമറയും ഇൻഡിവിജ്വലായിട്ട് ഇവിടെ യൂണിറ്റുകളിൽ റെക്കോർഡ് ചെയ്യും. ഫൈനൽ ഔട്ടും പ്രത്യേകമായിട്ട് ഇവിടെ ക്ലൗഡ് സ്റ്റോറേജിൽ റെക്കോർഡ് ചെയ്യും. ഇവിടെ റെക്കോർഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പുറത്തുള്ള എഡിറ്റിംഗ് റൂമിൽ അവിടെ സ്റ്റുഡൻസിന് അവൈലബിൾ ആയിരിക്കും. ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇത് സ്വിച്ചർ, ലൈവ് സ്വിച്ച് ചെയ്യാനുള്ള ഒരു സെക്ഷനാണ് ഇവിടെ കാണുന്നത്. കളർ ചെയ്യാനുള്ള, നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോസ് അപ്പോൾ തന്നെ കളർ ചെയ്യാനുള്ള ഒരു സംവിധാനം, കളർ പാനൽ ഇവിടെയുണ്ട്. ഇത് ക്യാമറ കൺട്രോൾ യൂണിറ്റാണ്. ഇവിടെ സ്റ്റുഡൻസിന് അവരുടെ ക്യാമറ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ലൈറ്റ്, അതായത് ഐറിസ്, വൈറ്റ് ബാലൻസ്, ഷട്ടർ സ്പീഡ്, അതെല്ലാം ഇവിടെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെയുള്ളത്. അതുപോലെ തന്നെ എല്ലാ ക്യാമറകളിലും ഇവിടെ നമുക്ക് ഇവിടെ ലില്ലിപൂട്ടിൽ കാണാൻ സാധിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് കളറൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് ഇവിടെ ഉള്ളത്. ഇത് PTC ക്യാമറ അവിടെ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് PTC ക്യാമറ കൺട്രോൾ ചെയ്യാനുള്ള ചെറിയൊരു കൺട്രോൾ ബോർഡാണ്. ഇപ്പോൾ ഇവിടെ റെക്കോർഡ് ചെയ്യുമ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന, അതുപോലെ തന്നെ ഈ വീഡിയോസ് എല്ലാം ഇവിടെ കേൾക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇവിടെ ഒരു ടോക്ക് ബാക്ക് സംവിധാനം ഉപയോഗിച്ചിരിക്കുന്ന ഇതുപോലുള്ള ഹെഡ്ഫോണാണ്. ഈ ഹെഡ്ഫോൺ വെച്ചിട്ട് ഇവിടുന്ന് അവിടെ നിൽക്കുന്ന ക്യാമറാമാൻ അല്ലെങ്കിൽ ക്യാമറ പേഴ്സണോട് സംസാരിക്കാം. അതുകൂടാതെ തന്നെ അവിടെ ഒരു സ്പീക്കറുണ്ട്. കുട്ടികൾക്ക് കുറേ കുട്ടികളുണ്ടെങ്കിൽ അവരോടൊക്കെ സംസാരിക്കാനുള്ള സംവിധാനം നമ്മളവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എഡിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോകേണ്ടത് ഓഡിയോ റൂമിലേക്കാണ്.
ഇവിടെ കണ്ടോ വളരെ മനോഹരമായിട്ട് നമ്മുടെ ഫിലിമിൻ്റെ ഡിസൈനൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓരോ റൂമിനും അതിൻ്റേതായിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഷൂട്ടിങ്ങുമായിട്ട് വീഡിയോ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫിലിം സ്ട്രിപ്പിൻ്റെ ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറയും വീഡിയോ സെക്ഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ വീഡിയോ സെക്ഷന് വേണ്ടിയിട്ട് നമ്മളിവിടെ വീഡിയോ സെക്ഷനാണെന്ന് തിരിച്ചറിയാനായിട്ട് ചെറിയൊരു ഐക്കൺ പുറത്തും കൊടുത്തിട്ടുണ്ട്. നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ സൈഡിലാണ് ഷൂട്ടിംഗ് എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഇതാണ്. ഓരോ റൂമ് വരുമ്പോൾ കുട്ടികൾ എന്താണെന്ന് അറിയാനായിട്ട് ഇപ്പോൾ ഇതുണ്ടെന്ന് പറഞ്ഞു, ഈ ഐക്കണുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ ഇങ്ങനെ വീഡിയോ സ്റ്റുഡിയോ എന്നൊക്കെ ബോർഡൊക്കെ വെച്ച് പെട്ടെന്ന്, അല്ലെങ്കിൽ റൂമിൽ കയറി കഴിഞ്ഞാൽ കുറേ സംവിധാനങ്ങളുണ്ട്, എന്താണെന്ന് ആർക്കും മനസ്സിലാകില്ലേ എന്നൊരു സംശയം ഞങ്ങൾക്കും തോന്നിയതുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം ചെയ്തു വെച്ചു. പിന്നെ ഇതൊക്കെ ബാഫൽസ് ഇവിടെ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു ഡിസൈൻ നമ്മളിവിടെ ഉപയോഗിച്ചതാണ്. ടോപ്പിൽ സീലിങ്ങിൽ കാണുന്നത് അക്വസ്റ്റിക്സ് പാനൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിസൈനാണ് മുകളിൽ കാണുന്നത്. ഇവിടെ മെയിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കളർ തീം എന്ന് പറയുന്നത് യെല്ലോയും ഡാർക്ക് ഗ്രേയും. ഇതെല്ലാം കളർ പാനലാണ്. കളർ പാനൽ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ലൈവ് ബോർഡുണ്ട്. ഓഡിയോ സ്റ്റുഡിയോ ആണ്. അപ്പോൾ നമുക്ക് വന്ന് കയറുന്നവർക്ക് ഇവിടെ എന്താണ് നടക്കുന്നത്, ഓഡിയോ ആണ്. അപ്പോൾ അത് ആ ബോർഡ് നോക്കി കയറുക. ലൈവ് എന്ന ബോർഡ് തെളിഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ അവിടെ റെക്കോർഡിംഗ് നടക്കുകയാണെന്നാണ്. അവിടെ നമുക്ക് സ്റ്റോർ റൂമുണ്ട്. ഇവിടെ വെച്ചിരിക്കുന്ന എല്ലാ എക്യുപ്മെൻറ്റ്സും ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെൻറ്റ്സും സ്റ്റോർ ചെയ്യുന്നത് ഇവിടെയാണ്. ഇപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് ക്യാമറയുടെ ബാറ്ററി, അതുപോലെ ഹെഡ്ഫോൺസിൻ്റെ ബാറ്ററി, ഇതെല്ലാം ചാർജ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ്. നമ്മളിവിടെ എല്ലാം ടച്ച് സ്വിച്ചസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ടച്ച് ചെയ്ത് സ്വിച്ചുകൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇവിടെ ഒരു ഫ്ലോർ മാനേജർ അല്ലെങ്കിൽ ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ടാകും. അദ്ദേഹമാണ് ഇവിടെ വരുന്നവരെല്ലാം വെൽക്കം ചെയ്യുന്നതും സ്റ്റോർ കൈകാര്യം ചെയ്യുന്നതും അദ്ദേഹമായിരിക്കും. ആ രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്റ്റോർ റൂം ഒന്ന് കണ്ടിട്ട് വരാം. ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞുള്ളൂ, അതുകൊണ്ട് എക്യുപ്മെൻറ്റ്സ് എല്ലാം ഇവിടെ പ്ലേസ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഒരു ഡീഹ്യൂമിഡിഫയർ ഉണ്ട്, 2 ഡീഹ്യൂമിഡിഫയേഴ്സ് ഉണ്ട്. ക്യാമറയെല്ലാം സേഫായിട്ട് സൂക്ഷിക്കാനായിട്ട് ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഡീഹ്യൂമിഡിഫയറാണിത്. അതുപോലെ തന്നെ കേബിൾസ് സൂക്ഷിക്കാനായിട്ട് ഇങ്ങനെയുള്ള ഹാൻഡിൽസ് വെച്ചിട്ടുണ്ട്. ഇവിടെയെല്ലാം ഇഷ്ടംപോലെ കേബിൾസ് ഇതുമായിട്ട് വർക്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുമല്ലോ. അതുപോലെ ചെറിയ ചെറിയ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വയ്ക്കാനായിട്ടുള്ള സൗകര്യങ്ങളും നമ്മളിവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഓഡിയോ റൂമിലേക്കൊന്ന് പോയി വരാം. ഓക്കെ, ഇത് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് വേവ്സ് കാണാം. വേവ്സ് കാണുമ്പോൾ തന്നെ ഇത് ഓഡിയോ ആണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ഡിസൈനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ആ സൈഡിലാണ് ബൂത്ത്, അവിടെയാണ് അതിൻ്റെ ഡോറ്. ആദ്യം നമുക്ക് കൺസോളിൽ പോയിട്ട് വരാം. ഇതാണ് ഓഡിയോ കൺസോൾ. ഓഡിയോ കൺസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിവ്യൂ തിയേറ്റർ പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കിട്ടുന്ന വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലൗഡ് ഡോക്കിൽ അവൈലബിൾ ആണ്. ആ വീഡിയോ ഇവിടെ എടുക്കുക, ചെയ്തു വരുന്ന വീഡിയോ ഇവിടെ എടുക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അവിഡിൻ്റെ കാർബൺ ഫ്രീ ഇങ്ങനെ 2 സൗണ്ട് കാർഡുകളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ S1 സർഫേസ് കൺട്രോൾ പാനലുകൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ മാക് സ്റ്റുഡിയോ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലൗഡ് ഡോക്ക് ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അഡീഷണൽ ആയിട്ട് ഒരു ക്ലൗഡ് ഡോക്ക് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ 4K പ്രൊജക്ഷനാണ്. ഇവിടെ ഫ്രണ്ടിൽ കാണുന്നത് 4K പ്രൊജക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ റെക്കോർഡിസ്റ്റിന്, സൗണ്ട് എഞ്ചിനീയർക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ലൈറ്റുകളെല്ലാം കൺട്രോൾ ചെയ്യാം. ലൈറ്റ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ ഇതുപോലെ ലൈറ്റ് ഓഫ് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് സ്ക്രീനൊക്കെ വളരെ ഭംഗിയായിട്ട് കാണാം. ഇവിടെ അപ്പോൾ ലൈറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ആക്സസ് നമ്മൾ അതുപോലെ കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസ് 7.1.2 ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഫ്രണ്ടിൽ 2 സ്പീക്കറുണ്ട്. അതുപോലെ പെർഫറേറ്റഡ് സ്ക്രീനാണ്. സ്ക്രീനിൻ്റെ പുറകിലൊരു സ്പീക്കറുണ്ട്. പിന്നെ താഴെ നിങ്ങൾക്ക് വൂഫർ കാണാൻ സാധിക്കും. റൈറ്റ് സൈഡിൽ, റിയർ സൈഡുകളിൽ 2
സ്പീക്കേഴ്സ് ഉണ്ട്, ടോപ്പിൽ 2 സ്പീക്കേഴ്സ് ഉണ്ട്, എൻ്റെ പുറകിൽ ബാക്കിലായിട്ട് 2 സ്പീക്കേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇവർക്ക് ഇപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും, അതാണ് ബൂത്ത്. അപ്പോൾ അവിടെ ഡബ് ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ പാട്ട് പാടുന്ന ആൾക്ക്, മ്യൂസിക് പ്രൊഡക്ഷനുമായിട്ട് പാട്ട് പാടുന്ന ആളാണെങ്കിൽ അവർ ആ റൂമിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട വിഷ്വൽസ് എല്ലാം ഇവിടുന്ന് സപ്ലൈ ചെയ്യും, ഇവിടുന്ന് തന്നെ നമ്മൾ പ്ലേ ചെയ്ത് കൊടുക്കുന്നു. അവിടെ ആ റൂമിൽ അത് കാണാൻ സാധിക്കും. 16 ഇൻപുട്ടുകൾ കൊടുക്കാൻ പറ്റിയ ഒരു സൗണ്ട് കാർഡും സർഫേസ് കൺട്രോൾ പാനലുമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മാക് സ്റ്റുഡിയോ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഇപ്പോൾ ഡിസൈനിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു പ്രൊജക്ഷൻ വരുന്ന സമയത്ത് ഈ ലൈറ്റുകൾ ഓഫ് ചെയ്തിട്ട് ഒരു ഡിം ലൈറ്റായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം വേവ്സിൻ്റെ ഡിസൈനിൽ ഈ റൂമിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ചെറിയൊരു ലൈറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വലിയ ശല്യമില്ലാതെ എന്താണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ലൈറ്റിൻ്റെ ബുദ്ധിമുട്ടുകളില്ലാതെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് എങ്ങനെയാണ് നമ്മുടെ ബൂത്ത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നോക്കാം. ഇത് ഞാൻ പറഞ്ഞു ഓഡിയോയുടെ കൺട്രോൾ റൂമാണിത്. ഇവിടുന്ന് ബൂത്ത് ലെഫ്റ്റ് സൈഡിലാണ്, ഈ ഗ്ലാസ്സിലൂടെ കാണുന്നു. നമുക്ക് അവിടേക്ക് ഒന്ന് പോകാം. ഓഡിയോ ബൂത്ത് ഇതാണ്. ഇവിടെ 2 മൈക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ലുവിറ്റിൻ്റെ മൈക്രോഫോണാണ്, 4 മൈക്രോഫോണിനുള്ള സ്ലോട്ടും അതുപോലെ തന്നെ 4 ഹെഡ്ഫോൺസും ഉപയോഗിക്കാവുന്ന ഒരു ബൂത്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ പൊതുവായിട്ട് അവിടിൻ്റെ ഒരു തീം എടുത്തിട്ട്, അവിടിൻ്റെ ഒരു കളർ തീം എടുത്തിട്ട് ഒരു പർപ്പിൾ ഗ്രേ കളർ ടോണാണ് ഇവിടെ പൊതുവെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ കാണാം വുഡൻ ബ്ലോക്കിൻ്റെ ഒരു ഡിഫ്യൂസറാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ കസ്റ്റമറുടെ നീഡ് അനുസരിച്ച് നമ്മൾ ഇവിടെ കസ്റ്റമൈസ് ചെയ്താണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഇത് എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് വശം കാണാൻ സാധിക്കും. അപ്പോൾ ഇത് അവർക്ക് പിന്നീട് വേണമെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് ഫ്രണ്ട് വ്യൂ കിട്ടണമെങ്കിൽ ഇതെടുത്ത് മാറ്റാവുന്ന രീതിയിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ പ്രൊഡക്ഷൻ കഴിഞ്ഞു, വീഡിയോ അവിടെ കണ്ടു കഴിഞ്ഞു. വീഡിയോ എടുത്തു, ഇവിടെ വന്ന ഓഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്തു, ഡബ് ചെയ്തു, അല്ലെങ്കിൽ മ്യൂസിക് ചെയ്തു. അതിനുശേഷം ഇവിടെ നമ്മൾ പോകുന്നത് എഡിറ്റിംഗ് റൂമിലേക്കാണ്. എഡിറ്റിംഗ് റൂം നമ്മൾ വന്നു കയറുമ്പോൾ തന്നെയുള്ള സൈഡിൽ എൻ്റെ വലത്ത് സൈഡിലാണ്. വലത്തെ സൈഡിൽ ഇതാണ് എഡിറ്റ് സ്യൂട്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എഡിറ്റ് സ്യൂട്ട് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇവിടെയാണ് എഡിറ്റിംഗ് നടക്കുന്നതെന്ന് കുട്ടികൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇതാണ് എഡിറ്റിംഗ് റൂം. ഇവിടെ ആക്ച്വലി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ക്ലൗഡ് ഡോക്കുണ്ട്. ഈ ഡോക്കിൽ ഹാർഡ് ഡിസ്കുകളുണ്ട്. ഇവിടേക്കാണ് കുട്ടികൾ അവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ എല്ലാം അവരുടെ റഷസ് റോ മെറ്റീരിയൽ ഇവിടെ ആക്സസ് ആണ്, ഇവിടെ കിട്ടും. ഇത് ഇവിടെ നമ്മളിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് 12 iMac M4ൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 12 iMacകളാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് എഡിറ്റ് ചെയ്യാവുന്ന 2 സോഫ്റ്റ്വെയറാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഡാവിഞ്ചി റിസോൾവ്, 2 ഫൈനൽ കട്ട് പ്രോ. അപ്പോൾ ഈ 2 സോഫ്റ്റ്വെയറുകളിലും വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. ഓഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ലോജിക്കാണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഓഡിയോയുടെ റൂമിൽ അപ്പുറത്ത് അവിടിൻ്റെ സൗണ്ട് കാർഡൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന പ്രോ ടൂൾസാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആൽഫ്ലെക്സ് മീഡിയ ഹബ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ബാംഗ്ലൂരിൽ ക്രിസ്തു ജയന്തി കോളേജിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന സ്റ്റുഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.